നമസ്കാരം. വാസ്തവ്യം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മുഹൂർത്തത്തെക്കുറിച്ചാണ്. ഓരോ കർമ്മങ്ങളും അത് ചെയ്യുന്ന സമയത്തിൻ്റെ ഗുണദോഷങ്ങൾ അനുസരിച്ചായിരിക്കും ഫലം കിട്ടുക എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഞാൻ ഇവിടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന മുഹൂർത്തം വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട മുഹൂർത്തത്തെക്കുറിച്ചാണ്. ആദ്യമായി പറയുന്നത് ഗ്രഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. മകം, മൂലം, പുണർദം, ചതയം, അവിട്ടം, രോഹിണി, മകയിരം, ഉത്രം, പൂയം, അനിഴം, അത്തം, ഉത്രാടം, ഉത്രട്ടാതി, രേവതി ഇവയാണ് ആ നക്ഷത്രങ്ങൾ. ഇവ സ്വീകരിക്കാവുന്നതാണ്. അടുത്തതായി പറയുന്നത് സ്വീകാര്യമായ മാസങ്ങളെക്കുറിച്ചാണ്. തുലാമാസവും വൃശ്ചികമാസവും മകരമാസവും കുംഭം, മേടം, എടവം, ചിങ്ങം എന്നീ മാസങ്ങളാണ് ഗ്രഹാരംഭത്തിന് എടുക്കാവുന്ന മാസങ്ങൾ. വ്യാഴം, വെള്ളി, ബുധൻ, തിങ്കൾ എന്നീ ആഴ്ചയിലെ 4 ദിവസങ്ങൾ ഉത്തമ വാരങ്ങളാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഗ്രഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ താഴെ പറയും പ്രകാരമാണ്: മകയിരം, ഉത്രം, അനിഴം, ഉത്രാടം, രേവതി, രോഹിണി, ചിത്തിര. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങളെ പൂയം, ഉത്രം, ഉത്രട്ടാതി, രോഹിണി, ചതയം, ഉത്രാടം, തിരുവോണം. ഇവിടെ വാസ്തുപുരുഷ സങ്കല്പത്തിൽ കാലപുരുഷന്റെ അരക്കിട്ട് വരുന്ന കന്നിരാശിയിൽ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറെ മൂല ആദിശില സ്ഥാപിക്കുന്നത് ഉത്തമമാണ്. മൂലാധാരം എന്ന ആത്മീയ ചക്രത്തിൻ്റെ സ്ഥാനമാണ്. മൂലാധാരത്തിൽ കുണ്ഡലിനി ശക്തി 3.5 ചുറ്റുവളഞ്ഞ് സുഷുമ്നാ നാഡിയിൽ തലവെച്ചുറങ്ങുന്നു. ശംഖുസ്ഥാനം കൊണ്ട് കുണ്ഡലിനി ശക്തിയെ ഉണർത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണർന്ന കുണ്ഡലിനി സുഷുമ്നാ നാഡിയിൽ കൂടി മുകളിലേക്ക് കയറി എല്ലാ ആത്മീയ ചക്രങ്ങളെയും ഭേദിച്ച് ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ ചെല്ലുന്നു. വാസ്തുവിൽ സ്ഥാപിക്കുന്ന ശംഖുവിലൂടെയും മറ്റും ഈ തത്വമാണ് പ്രായോഗികമാവുന്നത്. ഉദയരാശിയുടെ 10ാം രാശിയിൽ ശിലാന്യാസം നടത്തുന്ന പതിവും പല സ്ഥലങ്ങളിലും പ്രചാരത്തിലുണ്ട്. ഇതനുസരിച്ച് ശിലാന്യാസം നടത്തുന്നത് മേടമാസത്തിലാണെങ്കിൽ മകരം രാശിയിലും ഇങ്ങനെ മറ്റു രാശിയെയും കണക്കാക്കി വേണം ശിലാന്യാസം നടത്തുവാൻ. ഇങ്ങനെ ശിലാന്യാസം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിഴവ് ഉദയരാശിയുടെ 10ാം രാശി കണക്കാക്കുമ്പോൾ ശുചിമുറിയിലും മറ്റും ശിലാന്യാസം നടത്തുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ പ്രക്രിയ പൂർത്തീകരിക്കുവാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക സ്വാഭാവികമാണല്ലോ. ഒരു കാര്യം കൂടെ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദയരാശിയുടെ 10ാം രാശിയിൽ കല്യാണം എന്ന് പറയുന്നത് അതിനൊരു ശാസ്ത്രീയ അടിത്തറയില്ല. ഒരു വാസ്തുവിദ്യാ സംബന്ധമായി പറയുന്ന ഒരു പുസ്തകങ്ങളിലും അതിന് പിൻബലമില്ല. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഉത്തരം കട്ടള വയ്ക്കുന്നതിനുള്ള നക്ഷത്രങ്ങളെ രോഹിണി, മകയിരം, ഉത്രം, ചിത്തിര, രേവതി, ചോതി, അനിഴം, പുണർദം, അത്തം, മൂലം എന്നിവയാകുന്നു. ബുധൻ, വെള്ളി എന്നീ ആഴ്ചകൾ ഉത്തമങ്ങളാണ്. ഖണ്ഡാന്തം, ഉഷ്ണശില എന്നീ ദോഷമുള്ള നാളികകൾ വർജിക്കേണ്ടതാണ്. കരണം, വിഷ്ടികരണം ഒഴിവാക്കണം. ചുരുക്കി പറഞ്ഞാൽ വാരം, താരം, തിഥി, കരണം, നിത്യയോഗം ഇക്കാര്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. വാസ്തുമുഹൂർത്തം കണ്ടെത്തുന്ന രീതിയാണ് ഇനി പറയുന്നത്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. അങ്ങനെ കണക്കാക്കി വേണം ഈ വാസ്തുമുഹൂർത്തം കണ്ടെത്തേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മേടം 10ാം തീയതിക്ക് 5 നാഴികയ്ക്കും, ഇടവമാസം 21ാം തീയതിക്ക് 2 നാഴികയ്ക്കും, കർക്കിടക മാസം 11ാം തീയതി 2 നാഴികയ്ക്കും, ചിങ്ങമാസം 6ാം തീയതി 21 നാഴികയ്ക്കും, തുലാം 11-ന് 2 നാഴികയ്ക്കും, വൃശ്ചികവെട്ട് 10 നാഴികയ്ക്കും, മകരമാസം 12ാം തീയതി 8 നാഴികയ്ക്കും, കുംഭമാസം 20ാം തീയതി 8 നാഴികയ്ക്കുമാണ് വാസ്തുപുരുഷൻ ഉണരുന്നത്. വാസ്തുമുഹൂർത്തം കണ്ടെത്തുന്ന രീതിയാണ് ഇനി വിവരിക്കുന്നത്. 2016 ജാനുവരി 26, അതായത് മലയാളം നമ്മൾ കണക്കാക്കുമ്പോൾ 1201 മകരമാസം 12ാം തീയതി ഉദയം 6:15 എന്ന് കണക്കാക്കുമ്പോൾ വാസ്തുപുരുഷൻ ഉണരുന്ന സമയം 8 നാഴികയാണ്. 8 നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക 24 മിനിറ്റായി കണക്കാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 8 നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 12 മിനിറ്റ്. അന്നത്തെ ഉദയം എന്ന് പറയുന്നത് 6 മണി
51 മിനിറ്റിനാണ്. വാസ്തുപുരുഷൻ ഉണരുന്ന സമയം 10 മണി 3 മിനിറ്റിനാണ്. വാസ്തുപുരുഷൻ ഉണർന്നു കഴിഞ്ഞാൽ 3/4 നാഴിക ദന്തശുദ്ധി, 3/4 നാഴിക സ്നാനവും പൂജയും കഴിഞ്ഞ് ബാക്കി വരുന്ന അടുത്തതായി വാസ്തു മുഹൂർത്തം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. ഉദാഹരണമായി 2016 ജാനുവരി 20, 26 കൊല്ലവർഷം 1201 ആണ്ട് മകരമാസം 12-ാം തീയതി. അന്നത്തെ ഉദയം എന്ന് പറയുന്നത് 6:51 അന്നേ ദിവസം വാസ്തുപുരുഷൻ ഉണരുന്നത് 8 നാഴികയ്ക്കാണ്. വാസ്തുപുരുഷൻ 8 നാഴികയ്ക്കൊന്ന് ഉണരുന്നു എന്ന് പറഞ്ഞാൽ ഉദിച്ചതിന് ശേഷമാണ് 8 നാഴികയ്ക്ക് എന്ന് കണക്കാക്കേണ്ടതാണ്. 8 നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക 24 മിനിറ്റായി കണക്കാക്കുമ്പോൾ 8 നാഴിക എന്ന് പറഞ്ഞാൽ 8 × 24 192 മിനിറ്റ്. 192 മിനിറ്റിന് നമ്മൾ മണിക്കൂറിലേക്കാകുമ്പോൾ 3 മണിക്കൂർ 12 മിനിറ്റ്. അന്നത്തെ ഉദയം എന്ന് പറയുന്നത് 6:51. 6:51 കൂട്ടത്തിൽ നമ്മൾ ഈ 3 12 കൂടെ കൂട്ടുമ്പോൾ 10 മണി 3 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ വാസ്തുപുരുഷൻ ഉണരുന്ന സമയം 10 മണി 3 മിനിറ്റാണ്. 10 മണി 3 മിനിറ്റിന് ഉണർന്നു കഴിഞ്ഞാൽ 3/4 നാഴിക കൊണ്ട്, അതായത് 18 മിനിറ്റ് കൊണ്ട് ദന്തശുദ്ധി, അടുത്ത 18 മിനിറ്റ് കൊണ്ട് സ്നാനം, അടുത്ത 18 മിനിറ്റ് കൊണ്ട് പൂജ. അതായത് ഈ 18 മിനിറ്റുകൾ വീതം 3 പ്രക്രിയ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 54 മിനിറ്റ്. വാസ്തുപുരുഷൻ ഉണരുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞു 10 മണി 3 മിനിറ്റിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ 54 മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ 10 മണി 57 മിനിറ്റിനാണ് ശേഷമാണ് അന്നേ ദിവസം 10 മണി 57 മിനിറ്റിന് ശേഷം വാസ്തു മുഹൂർത്തം 3/4 നാഴിക വീതമുള്ള 2 സമയം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതായത് ആകെ കൂടി വരുമ്പോൾ 36 മിനിറ്റ് വാസ്തു മുഹൂർത്തമായി കണക്കാക്കാം. വാസ്തു മുഹൂർത്തത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ദോഷങ്ങളൊന്നും തന്നെ നോക്കേണ്ടെന്നില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നത്.